മാസപ്പടി കേസിൽ വിധി 19 വരും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യു കുഴൽനാടന്റെ ഹർജി പരിഗണിക്കുന്നത് മാറ്റി. 19 വിധി പറയാമെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, മാസപ്പടി കേസിൽ വിധി 19 എന്താണെന്ന് കോടതിയിൽ സംഭവിച്ചത്? ഇന്ന് പ്രത്യേകിച്ച് കമന്റുകളൊന്നും തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഫെബ്രുവരി 29 മാത്യു കുഴൽനാടൻ MLA ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയത്. അത് കോടതി പരിഗണിച്ച് കഴിഞ്ഞ ആഴ്ച വിധി പറയാനിരിക്കെയാണ് മാത്യു കുഴൽനാടൻ MLA നിലപാട് മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായത്. വിജിലൻസ് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം അത്ര വിശ്വാസയോഗ്യമല്ല, അതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ട് കോടതി അന്വേഷണം നടത്തണം എന്നുള്ള ഒരു നിലപാട് മാറ്റം മാത്യു കുഴൽനാടൻ MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ഇന്നാണ് വിധി പറയാനിരുന്നത്. ഇന്ന് ഇത് വിധി പറയാനിരിക്കെ കോടതി ആ കേസ് പരിഗണിച്ചില്ല. കേസ് എടുത്തതിന് ശേഷം ഇത് 19 വിധി പറയാൻ മാറ്റുകയാണ് എന്നുള്ള ഒരു മറുപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റ് കമന്റുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ മാസം 19 ഈ ഒരു വിഷയത്തിൽ വിധി പ്രസ്താവം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ വിജിലൻസ് അന്വേഷണം, അല്ലെന്നുണ്ടെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ നേരിട്ടുള്ള അന്വേഷണം, അല്ലെങ്കിൽ ഹർജി തള്ളും. ഈ ഒരു 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം. ഏതായാലും ഈ ഒരു എക്സാലോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്ക് CMRL കമ്പനി വഴിവിട്ട് സഹായം നൽകി. 1,72,00,000 രൂപ നൽകി. ഇത് അവിഹിതമായി ഈ തുക നൽകിയതിൽ ഇവർക്കെതിരെ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. ഇതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു കോടതിയുടെ വിധി വളരെ നിർണായകമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്. ഒരു പക്ഷേ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കും CPM-ന് ഉണ്ടാക്കുന്നത്. ഈ സേവനങ്ങൾക്ക്, അതായത് എക്സാലോജിക്ക് ഈ സേവനത്തിനുള്ള തുകയായിട്ടാണ് 1,72,00,000 രൂപ നൽകിയത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെയും CPM-ന്റെ ഒക്കെ തന്നെ അവർ എപ്പോഴും പറയുന്നൊരു കാര്യം. സേവനത്തിനാണ് ഇത്രത്തോളം തുക നൽകിയത് എന്നുള്ളതാണ് എപ്പോഴും പറയുന്നൊരു ന്യായീകരണം. ഏതായാലും ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ CPM-ന് അത് കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാക്കിയേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയിൽ ഈ വിധി ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് കാരണമാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 19 വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. രശ്മി കാർത്തിക വിവരങ്ങൾ നൽകിയത്.